ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഞ്ചാരയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലബാർ ഏരിയയിൽ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് അവരുടെ ഗർഭത്തക്കാരം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു അപ്പമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് പച്ചരി എടുത്തിട്ട് രാത്രി മൊത്തം പൊതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ലേ, അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വൈകുന്നേരമാണ് അപ്പം ചൂടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നേ ഒക്കെ ഇത് അരച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു 3-4 മണിക്കൂറൊക്കെ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരമാണ് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊരു 3 മണിക്കൂറോ 4 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പുതിർത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇതേപോലെ തന്നെ ഒരു 2 മണിക്കൂർ മുന്നേ ഒക്കെ അല്ലെങ്കിൽ വേവിനനുസരിച്ചിട്ട് കടലപ്പരിപ്പ് പുതിർത്തി വെച്ചതിന് ശേഷം ഒരു കുക്കറിലോട്ടേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു പഞ്ചാരയപ്പത്തിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഈ കടലപ്പരിപ്പും തേങ്ങയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പണ്ടമാണ്. 3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഒരു മാവിലോട്ടേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ അപ്പം ചുടാൻ പോകുന്നതിൻ്റെ ഒരല്പസമയം മുന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ പണ്ടം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തു, തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അപ്പത്തിനും മധുരമുണ്ട്, പഞ്ചാര പണ്ടത്തിനും മധുരം ഉള്ളതുകൊണ്ട്, തേങ്ങാ പണ്ടത്തിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മധുരം അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ കളറൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറി വരും. അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് വേവിച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം, അതായത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടിട്ടുണ്ടാവേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലോട്ടേക്കും മീഡിയം ഫ്ലെയിമിലോട്ടേക്കൊക്കെ ആക്കിയിട്ട് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ തീ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ അടുത്ത മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഭയങ്കര ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് ഇങ്ങനെ ചുരുണ്ട് കൂടിയ പോലെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു അബദ്ധം ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയത്തിന് ശേഷം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഈ കോരി മാറ്റുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ തവി മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ ഇതിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ അപ്പം കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ പഞ്ചാരയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഈ പഞ്ചാരയപ്പവും ഈ ഒരു മസാല പണ്ടവുമാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.